നിരർത്ഥകമായി പരിശ്രമം നടത്തുകയാണ് ജോഡില. സാധിക്കില്ല, നിനക്കത് ചെയ്യാൻ സാധിക്കില്ല. നിനക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിന്റെ സകല ക്രീഡകളും നാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിശബ്ദനാകൂ വിക്രമദേവൻ. ഇനി നീ ഒരക്ഷരം പോലും ശബ്ദിക്കാൻ പാടില്ല. ഇനി നീ അല്പസമയത്തേക്ക് നമ്മുടെ അതിഥിയാണ്. അതിനുശേഷം നിന്റെ അന്ത്യമാണ്. അല്ല, ഇപ്പോൾ നീ ചെയ്യേണ്ടത് എന്താണെന്നോ? നിന്റെ ഈശ്വരനെ സ്മരിക്കുകയാണ് വേണ്ടത്, അല്ലേ? നമ്മെ വിടൂ. വിടൂ, നമ്മെ വിടൂ. വിടാൻ, നമ്മെ വിടാൻ. നമ്മെ വിടാനാ പറഞ്ഞത്. എത്ര വിചിത്രമാണല്ലേ. ഇന്നീ രാജകൊട്ടാരത്തിൽ ഉത്സവം ആഘോഷിക്കാനിരുന്നതല്ലേ? എന്നാൽ അവിടെ ഈ കൊട്ടാരത്തിലെ സകല പരാക്രമികളുടെയും ചിത ഒരുമിച്ച് കത്തിയെരിയുന്നതാണ്. രൂപനഗരത്തിന് ഇന്ന് അന്തിമ ദിനമായിരിക്കും. അന്തിമ ദിനമായിരിക്കും. ജോഡില, ഇല്ല. അവരെ കൂട്ടിക്കൊണ്ടുവരൂ. ഇല്ല, ഇല്ല. നമ്മുടെ രൂപനഗരം ഇപ്രകാരം അവസാനിക്കാൻ പാടില്ല. ആ കൊട്ടാരത്തില നമ്മുടെ സർവ്വതും ഉള്ളത്. ആ കൊട്ടാരത്തില നമ്മുടെ സർവ്വതും ഉള്ളത്. നമ്മുടെ പിതാശ്രീ, നമ്മുടെ ബാല്യകാല സ്മരണകൾ എല്ലാം തന്നെ ആ കൊട്ടാരത്തിലാണുള്ളത്. സർവ്വതും. നമ്മുടെ മാതാവിന്റെ ഓർമ്മകൾ, നമ്മുടെ മാതാവിന്റെ സകല ഓർമ്മകളും സർവ്വതും ഇല്ലാതാകാൻ നാം അനുവദിക്കില്ല. നമുക്ക് രാജകുമാരി, രാജകുമാരി, നമ്മെ വിടൂ. വിടാൻ. ഇയാളെ എഴുന്നേൽപ്പിക്കൂ. നോക്കി നിൽക്കാതെ വേഗം എഴുന്നേൽപ്പിക്കാൻ. ഇതാണ് ആ സ്ഥലം. ഇവിടെയാണ് ചണ്ഡികാദേവിയുടെ ഗുഹയുള്ളത്. ഇവിടെ നാം എത്ര തവണ പ്രവേശിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ അത്രയും തവണ ഇവിടെ നിന്ന് തിരികെ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ തവണ തിരികെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലെ വാശി വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ ഗുഹയിൽ നാം പ്രവേശനം നടത്തിയിരിക്കും. ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷകരൊക്കെ എവിടെ പോയി?
നമ്മെ തടഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ എവിടെയാണ്? ഇനി നമ്മെ ആർക്കെങ്കിലും തടയാൻ സാധിക്കുമോ?